വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയുടെ നേർസാക്ഷ്യമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാരന്തൂർ ജംഗ്ഷൻ. മൂന്നുംകുടി ജംഗ്ഷനിൽ മാരകമായ വലിയ കുഴികളാണ്. അവിടെ നിന്ന് ചേരുന്നുണ്ട് ഷഹദ് റഹ്മാൻ. കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു റോഡിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. കാരന്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്കും അതുപോലെ തന്നെ വയനാട് ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങളൊക്കെ തന്നെ ഈ റോഡ് വഴിയാണ് കടന്നു പോവുക. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ, അതായത് കാരന്തൂരിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ മൂന്നും കൂടിയ ഈ ജംഗ്ഷനിലാണ് ഇത്തരത്തിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത്. അല്പസമയം മുൻപൊക്കെ നമ്മളിവിടെ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. ആ ഘട്ടത്തിൽ വലിയ രീതിയിൽ ഇത്തരത്തിൽ വെള്ളം നിറഞ്ഞ് വാഹന അപകടങ്ങൾ പതിവാകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താ പറഞ്ഞ ഇന്നലെയൊക്കെ മണിക്കൂറോളം ബ്ലോക്കായി എന്ന് പറഞ്ഞാല് നമ്മൾ നേരെ പോവാണ് കുന്നമംഗലം അങ്ങാടി വരെ ഇത് ബ്ലോക്കാ. കാരണം നല്ല നല്ല കാറ് വരുന്നവരാ, കാറിനെ പറഞ്ഞ കാര്യമില്ല. ആ ഡ്രൈവർമാർ ഈ കാറ് പോകുന്നത് കണ്ടില്ലേ, അത് പതുക്കെ പോവാ. അപ്പം മെയിൻ റോഡിൽ നിന്ന് നേരെ KSRTC ബസ് വരും വയനാട് റോഡിൽ നിന്ന്. ഈ NH ആണ്. അപ്പം വലിയ വലിയ ടാങ്കർ ലോറി ഒക്കെ വന്ന് ഇവിടെ ബ്ലോക്കാ. ഇത് കൊല്ലങ്ങളോളായി, ഒരു 5-10 കൊല്ലങ്ങളോളായി. ഇവിടുത്തെ മെമ്പർമാരും നാട്ടുകാരും എല്ലാവരും ഭരണാധികാരികളും കട്ട വിരിക്കുക ഒക്കെ പറയൂ, ഒന്നിനും കാണൂല. ഇത് പ്രധാനപ്പെട്ട ഈ ഭാഗം, ഈ മൂന്നുംകുടി ജംഗ്ഷനിൽ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇവിടെ ഇത്തരത്തിൽ ബൈക്ക് വീണ് വലിയ രീതിയിലാണ് ഇത്തരത്തിൽ ആളുകൾ ഇവിടെ വീഴുന്നത്. ലോറിയും അതുപോലെ തന്നെ ബസ്സും കൂടാതെ മറ്റ് വാഹനങ്ങളൊക്കെ തന്നെ എടുക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഈ മേഖലയിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാൻ സാധിക്കുകയും ചെയ്യും. വർഷങ്ങളിൽ ഈ പരിപാടി ഇവിടെ നടക്കുന്നതാണ്. ഇതൊന്നും നല്ല ഇന്റർലോക്ക് ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യുന്ന പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞ് പറ്റിക്കാന്നല്ലാണ്ട് ഈ ദുരിതങ്ങൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് കൊല്ലങ്ങളായി. ഒരു ഭാഗം NHും മറുഭാഗം ഇത്തരത്തിൽ PWDയുടെയുമാണ്. ഇത് രണ്ടുപേരും വകുപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നടക്കുന്നു എന്നല്ലാതെ നാട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗുണവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ബൈക്ക് യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവക്കാരുന്നത്. ഇപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, ആംബുലൻസ് സീറിപ്പാഞ്ഞു വരികയാണ്. ആ ഘട്ടത്തിൽ പോലും ഇത്തരത്തിൽ സാധാരണഗതിയിൽ ഇവിടേക്ക് അങ്ങനെ എത്തിപ്പെടാൻ സാധിക്കില്ല. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്, വർക്കിംഗ് ഡേ അല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഒരു ഗതാഗത കുരുക്ക് ഇവിടെ ഇല്ലാത്തത്. എന്നാൽ വൈകുന്നേരമാകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഞാൻ നിൽക്കുന്നത് കാരന്തൂർ ജംഗ്ഷനിലാണ്. ഈ ഭാഗത്ത്, അതായത് എന്റെ ഒരു ഭാഗത്ത് നിന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്ത് നിന്ന് വാഹനങ്ങൾ വരുന്നു. ഇത് ജംഗ്ഷനാണ്. ഇവിടുന്ന് നേരെ പോകുന്നത് വയനാട് ഭാഗത്തേക്കുമാണ്. ഓക്കെ, ഷഹദ് റഹ്മാനാണ് മെഡിക്കൽ കോളേജ് കാരന്തൂർ ജംഗ്ഷനിൽ നിന്ന് അതിന്റെ വിവരങ്ങൾ നൽകി. നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഡാൻസിങ് കാർസ് എന്ന് പറയുന്നതിൽ നൃത്തം ചെയ്യുന്ന കാറുകളെയാണ് ആ റോഡിൽ കാണാൻ കഴിയുക. അങ്ങനെ നേരെ നമുക്ക് പോകാൻ കഴിയില്ല. പിന്നെ അവിടെ അടുത്ത് മെഡിക്കൽ കോളേജ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും വീണ് നടു ഒടിഞ്ഞാലോ ഉളിക്കാലോ ഒക്കെ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പോകാം. അങ്ങനെ ഒരു സൗകര്യം കൂടെ അവിടെ ഉണ്ട് കേട്ടോ. ബാക്കി എല്ലാത്തിടത്തും സൗകര്യമാണത്, കാരന്തൂരിലെ സൗകര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.